ആലപ്പുഴ മാവേലിക്കരയിൽ നിർമ്മാണത്തിനിടെ പാലം തകർന്നു വീണ് 2 തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യം. അച്ചൻകോവിലാറിൽ മുങ്ങിയാണ് ഇരുവരും മരിച്ചത്. തുടക്കം മുതൽ പാലം നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും പരാതി നൽകിയിട്ടില്ലെന്നും പരിഹരിച്ചില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് വിഭാഗത്തിന് പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശം നൽകി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ചെന്നിത്തല പഞ്ചായത്തിനെയും ചെട്ടികുളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. സംഭവ സമയം 8 തൊഴിലാളികളാണ് ജോലിയിലുണ്ടായിരുന്നത്. അതിൽ 3 പേർ അച്ചൻകോവിലാറിൽ വീണു. ഒരാളെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി. കാണാതായ 2 പേരുടെ മൃതദേഹം ഫയർഫോഴ്സ് സ്ക്യൂബ ടീം കണ്ടെത്തി. ഹരിപ്പാട് സ്വദേശി ബിനു, തൃക്കുന്നപ്പുഴ സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. അതിനിടെ പാലം നിർമ്മാണത്തിൽ തുടക്കം മുതൽ അശാസ്ത്രീയതയുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ പാലം ഇതിവിടെ ഇന്നത്തെ വാർപ്പിന് ഇത് ചെയ്യരുതെന്ന് ഇവിടെ പല നാട്ടുകാരും പറഞ്ഞതാണ്. എന്നുവെച്ചാൽ ഒരു അപകട മേഖല തന്നെയാണ്. പല മരണങ്ങളും ഇവിടെ നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരെല്ലാം പറഞ്ഞത് ഇവിടെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അത് വകവെക്കാതാണ് ഇതിൻ്റെ സൂപ്പർവൈസർ ഇന്ന് തയ്യാറായത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വിജിലൻസിന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു. ന്യൂസ് മലയാളം, ആലപ്പുഴ.